ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. കോഴിക്കോട് മുക്കം KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം കാർ കത്തി നശിച്ചു. ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ നിർത്തിയിട്ടിരുന്ന നാനോ കാറാണ് കത്തി നശിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വിവരങ്ങളുമായി റഫീഖ് തോട്ടുമുക്കമാണ് ചേരുന്നത്. റഫീഖ്, എങ്ങനെയാണ് ഈ കാറിന് തീപിടിച്ചത്? ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ഒരു ആശുപത്രി കെട്ടിടത്തിന് നിന്നാണ് ഈ കാർ കത്തിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് റഫീഖ് വിവരങ്ങൾ? ഇന്ന് ഏതാണ്ട് 2:20 കൂടിയിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. കോഴിക്കോട് മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജായ KMCT മെഡിക്കൽ കോളേജിന്റെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരുന്ന നാനോ കാറാണ് കത്തി നശിച്ചിട്ടുള്ളത്. ഇത് അവിടെയുള്ള ഈ കത്തുന്നത് കണ്ട് വലിയ ശബ്ദത്തോട് കൂടിയിട്ടാണ് കത്തിയത് എന്നാണ് അവിടെയുള്ള ജീവനക്കാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതുമൂലം അവിടെയുള്ള ഫയർ ആൻഡ് റെസ്ക്യൂവിലെ ജീവനക്കാരെത്തി അവരുടെ പ്രാഥമികമായിട്ട് അവർ തീയണയ്ക്കാൻ ശ്രമിച്ചത് വലിയൊരു ദുരന്തം ഒഴിവാകുകയായിരുന്നു. എന്തായാലും ഈ ജീവനക്കാരുടെ സമയോചിത ഇടപെടലാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിൽ നിന്ന് ഒഴിവായതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ആ കാറ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഈ കത്തലിന്റെ ആഘാതം മൂലം തൊട്ടടുത്തുള്ള വേറൊരു സ്വിഫ്റ്റ് കാറിനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തുടർന്ന് മുക്കത്ത് നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി പൂർണ്ണമായും ഈ തീ നിയന്ത്രണമാക്കിയിട്ടുണ്ട്. നിലവിൽ ആർക്കും ഈ അപകടത്തിൽ പരിക്കില്ല എന്നുള്ളതാണ്. ശരി റഫീഖ്, എന്തായാലും അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കടക്കാം. കോഴിക്കോട് മുക്കം KMCT മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം കാർ കത്തി നശിച്ചിരിക്കുന്നു. ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരുന്ന നാനോ കാറാണ് കത്തി നശിച്ചത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സമീപത്ത് തന്നെ ഇരുന്ന മറ്റൊരു കാറിലേക്കും തീ പടർന്നതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ പങ്കുവച്ചത് റഫീഖ് തോട്ടുമുക്കമാണ്.